ഹലോ ഗൈസ്, വെൽക്കം ടു വേട്ടക്കാരൻ ബ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. ഇന്ന് നമ്മൾ നേരെ പണിയും കഴിഞ്ഞ് നേരെ ഷാർജ റോളയിലിട്ട് വന്നിരിക്കുകയാണ്. റോളയിലെ കോർണിഷിലെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബോട്ടിയാടൊക്കെ കിടക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നല്ല വൈബാണ്. പിന്നെ നമുക്കൊരു 5 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ബോട്ടിക്കട ഒന്ന് റൈഡൊക്കെ ചുറ്റി നടക്കാം. കുഴപ്പമില്ലാത്തൊരു ചായ കുടിച്ചൊരു ആംബിയൻസിൽ ഫാമിലിയും ഫ്രണ്ട്സും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം മീനാണ്. അപ്പോൾ എനിക്ക് ഈ വർക്ക് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ എനിക്ക് ഫ്രീ ആവുന്ന ഇതുങ്ങളെയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ്. അക്വേറിയം ഉണ്ടായിരുന്നത്. അക്വേറിയത്തിൽ ഞാൻ മേടിച്ച് എൻ്റെ അക്കോമഡേഷനിൽ അക്വേറിയം മേടിച്ച് ഞാൻ വെച്ച് മീൻ ഇട്ടിട്ട് ഞാൻ അതിനെ നോക്കിയിരുന്നത്. പക്ഷേ അവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നത്. ഒരു താല്പര്യമില്ലാഞ്ഞിട്ടും വളരെ വിഷമിച്ച് ഒരു രീതിയിൽ അനിയത്തിനും കൂടെ വിളിച്ചുകൊണ്ടുവന്നുണ്ട്. ഇത് അവിടെ ഒരു വലിയൊരു മീൻ നിന്ന് മറയുന്നുണ്ട് കേട്ടോ. അതിനെ കാണിച്ചു തരാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാര്യങ്ങളിലോട്ടടക്കം നല്ല ഫ്രഷ് ആയില്ല കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പിടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബായിച്ചേട്ടന്മാർ. അപ്പോൾ ആ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. टेंदर में कितना मछली? हाँ ये वाला मछली नहीं, कितना पीस होने तो कितना किलो पूरा दिया? ओके 10 രൂപ കിലോ ഫ്രഷ് ആണ്. പുള്ളിക്കാരി ചിലപ്പോൾ ഈ വെള്ളം കണ്ടിട്ടായിരിക്കും ആ ഇത് കണ്ടിട്ടായിരിക്കും പറയണേ. പിന്നെ മറ്റാ നീ വീട്ടിൽ കഴിക്കണ സാധനമൊക്കെ എവിടെ നിന്ന് തന്നെയാണെന്ന് നിന്റെ വിചാരം? एक मिनट वो लोग है अरबाब लोग, वो लोग सोच रहे हैं. അതെ, ഫ്രഷ് ആയില്ല പിടിച്ചിരുന്നു. നീന്തി പിടിക്കുന്ന ഫ്രഷ് ആയില്ല, പെട്ടയ്ക്കുന്ന ഇല്ല, കുഞ്ഞു കുഞ്ഞായില്ല കേട്ടോ. പക്ഷെ നമ്മൾ ലൈവ് ഇതേ പിടിച്ചോണ്ടിരിക്കുക. ഫ്രഷ് ആയതാ പിടിക്കുന്നതാണ്. ആരെന്തൊക്കെ പിടിക്കുന്നതാണ്? മീൻ്റെ തന്നെ വേസ്റ്റ് ഇട്ടാണ് അവർ പിടിക്കുന്നത്. ഫ്രഷാണ്. ഇവർ മറ്റേ മീനിൻ്റെ വേസ്റ്റ് തന്നെ ഇട്ടാണ് മീൻ പിടിക്കുന്നത്. പിന്നെ കൊഞ്ച് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് ഇപ്പോൾ കുട്ടികൾ കൂട്ടമായിട്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ പടപടാന്ന് കിട്ടുന്നുണ്ട്. പിന്നെ രാവിലെ പോയിട്ട് ഉൾക്കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വന്നവരും ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ്. അവർ ഉൾക്കടലിൽ പോയിട്ട് വലിയ വലിയ മീനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. 2 രീതിയിൽ ഇവിടെ ലൈവ് പിടിക്കുന്നുമുണ്ട്, പിന്നെ പിടിച്ചത് കൊണ്ടുവന്നുമുണ്ട്. പക്ഷേ കൊണ്ടുവന്ന് വെച്ചേക്കണെയാണെങ്കിലും എല്ലാം കുറേയൊക്കെ ജീവനുള്ളത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് ഒരു മീൻ പോലും മേടിച്ചില്ല എന്നും പറഞ്ഞു. ഇവിടെ വേറെ സാധനം കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇതന്നെ ചെമ്പല്ലിയാണോ എന്നൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. എന്തൊക്കെയോ വിഷയ സാധനങ്ങൾ കിടപ്പുണ്ട്. കുഴപ്പമില്ല. എൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. കടൽ മീനെ കുറിച്ച് വലുതായിട്ട് എനിക്ക് ഇതിലൊന്നും അറിയൊന്നുമില്ല. പുഴ മീനെ കുറിച്ചാണെങ്കിൽ എല്ലാം അറിയാം. ഇവിടെ എന്തൊക്കെയാണ്? ഇതെന്താ മീനത്? बहुत अच्छा फिश है ये, बहुत अच्छा है ये पापलेट. ये पापलेट लेके जाओ. कितना पे सब? ये कितना पे? ये 50 रुपये. 50 मतलब इधर मच्छी हम 50. इधर मच्छी ये बहुत मच्छी पापलेट बहुत अच्छा. ऐसे कटिंग करके तुमको देगा ना, कटिंग करके देगा तुमको. एक इसमें बहुत फ्राई बनाएगा, बहुत अच्छा है टेस्ट. മറ്റേ സാധനം കുഴപ്പമില്ല. 10 ദിർഹംസിന് അവിടെ എത്ര എണ്ണം പിടിച്ചിട്ടുണ്ട് അത് മൊത്തം തരാമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ വെക്കണം. ഫ്രഷ് സാധനമാണ്. മേടിക്കുവാണെങ്കിൽ നല്ല പരിപാടിയാണ്. 10 ദിർഹംസാണ് അത്രയും സാധനം ഫ്രഷ്. ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ, കറി വയ്ക്കാൻ പറ്റില്ല. കഴിക്കാൻ തേങ്ങ എല്ലാം വാങ്ങണ്ടായി.
अच्छा है बेस्ट मछली दिखाओ एक बार पापलेट बनाओ फ्राई എനിക്ക് വേണമെന്നല്ല ഞാൻ വേണമെങ്കിൽ അല്ലാണ്ട് എന്താ എനിക്ക് വേണ്ട വേണ്ട. ഇതിൽ വലിയ താല്പര്യമില്ല. നിനക്ക് ഇതിന്റെ വെള്ളം കണ്ടിട്ടല്ലേ എടി എടി നമ്മളവിടെ കഴിക്കുന്ന സാധനം ഇത് തന്നെ തരണേ മതിച്ചോളൂ, ഞാൻ നിനക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇല്ല, ഇല്ല. എനിക്ക് इसमें इसमें कितना है इसको कितना है ये 25 पीस है 20 दराम हाँ? सफाई करके देगा 20 30 दराम 25 पीस 25 പീസ് അയ്യോ അത്രയൊന്നും വേണ്ട. ആ അത് വേണ്ട അത് വേണ്ട അപ്പൊ കണ്ണയിൽ തന്നെ നല്ലത് सफाई करके देगा അത് കുറച്ച് കൊടുത്തു വിട്ടു തോന്നുന്നു അവന്മാരെ കുറച്ച് കൊടുത്തു തോന്നുന്നു ഇപ്പൊ എണ്ണം കുറഞ്ഞു ബാ 6 पीस है मछली 8-10 रुपए का मतलब एक छोटा सा एक और 10 का चाहिए ये छोटा छोटा है नहीं दे रहा है हमारा हिसाब से दे रहा है भाई 2 3 वो हिसाब से दे रहा है तुम टेंशन नहीं करो 4 4 5 वो 6 हम दे रहा है भाई 6 क्या ढूंढता है हमारा हिसाब से देगा ना 7 8 पीस भाई देगा 10 में क्या भाई മലയാളി എവിടെ ചെന്നാലും പോളി എൻ്റെ പൊന്നെ ഗൈസ് അവിടെ നല്ല രീതിയിൽ ഒരു ബാർഗൈനിങ് നടന്നാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ ബാർഗെയിൻ ചെയ്ത് വായുള്ളവൻ നല്ല രീതിയിൽ നേടും അതാണ് ഇവിടെ ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പവർ അപ്പോൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത അവരെ അടുത്തുനിന്ന് നമ്മളൊരു രീതിയിൽ ഒപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ നല്ല മീൻ കിട്ടും അത് സ്കില്ല് ബാർഗെയിൻ ചെയ്യുന്ന ഒരു സ്കില്ല് അതാണ് അപ്പോൾ അവിടെ ഒരു മലയാളി ഓൾറെഡി പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ച റേറ്റാണ് അത് കഴിഞ്ഞിട്ട് ഒരു 6-7 പീസ് എക്സ്ട്രാ കയറ്റി ഇടിയിപ്പിച്ച് മേടിച്ചോണ്ട് പോയി ഉള്ളി അതാണ് മലയാളി അപ്പോൾ അതായത് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ വെറൈറ്റി മീനെ കാണാൻ പറ്റി കേട്ടോ ഇവിടെ ചെന്നപ്പോൾ വറ്റ അടപ്പുണ്ട് ഹെലികോപ്റ്റർ ഫിഷ് അടപ്പുണ്ട് പിന്നെ ഫ്രഷ് ഞണ്ട് ഇതൊക്കെ അനങ്ങുന്ന ഞണ്ടാട്ടോ എല്ലാം പിടയ്ക്കുന്ന സാധനം കുറച്ച് നേരം മുന്നേ പിടച്ചായിരുന്നു മീനൊക്കെ മീനിൻ്റെ പിടപ്പൊക്കെ തീർന്നു ഞണ്ട് എന്തായാലും പയ്യെ അനങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കിടക്കുന്ന സാധനം ഡോറി എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഫൈൻഡിങ് നീമോലെ ഡോറി എന്ന് പറയുന്ന മീനാന്ന് തോന്നുന്നു അതിൻ്റെ താഴെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് ഈ ഹമൂറാണ് ഹമൂർ എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി പിന്നെ എന്നാ ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല എന്താ ഈ വലുത് ഇത് ഏരി എന്ന് പറഞ്ഞ മീനാന്ന് തോന്നുന്നു എന്തായാലും കുറേ സാധനങ്ങളുണ്ട് വെറൈറ്റീസ് അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് നോക്കി മേടിക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് हमूर 35 है ना दो हमूर കേട്ടോ ഫ്രഷ് സാധനം കണ്ണു പോലെ ये दोनों में कितना में देगा ये 35 है थोड़ा कम 30 പിടിച്ചാലോ 30 ओके दी थोड़ा साफ करके दियो ये सफाई आलू सफाई आलू ഇവന്മാരെ ഭയങ്കര ഭീകരന്മാരാണ് നൈസായിട്ട് 2 ഹമൂറിന് 35 ആദ്യം പറഞ്ഞു ഓക്കെ 35 പറ്റില്ല 30 തരാൻ പറഞ്ഞു 30 തരാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ പറയാണ് ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറയാണ് ക്ലീനിങ് എക്സ്ട്രാ അതിനാണ് 5 ദിർഹംസ് എക്സ്ട്രാ ചോദിക്കുന്നതെന്ന് ഓക്കെ എന്നാൽ ശരി എന്നും പറഞ്ഞു ക്ലീനിങ് മാത്രം എന്തായാലും ക്ലീനിങ് ചെയ്യാമല്ലോ ഇത് ഈ ഒരു മീനും കൂടെ കൂട്ടത്തിലിട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ 1-2 പറഞ്ഞ് അവന്മാർ കുറേ വിസമ്മതിച്ചു എന്നിട്ട് പറഞ്ഞ് ഒരു രീതിയിൽ ഈ ഏരിയ എന്ന് തോന്നുന്നു ഈ സാധനം അതും 2 കുഴപ്പമില്ലാത്ത ഒരു ഹമൂർ വെയിറ്റ് എത്ര ഞാൻ മറന്നുപോയി വെയിറ്റ് നോക്കിയൊന്നുമില്ല നേരെ കയ്യിൽ നിന്ന് എടുത്ത് തരുവാണെന്ന് തൂക്കിയൊന്നുമില്ല അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അങ്ങനെയുള്ള 2 കിടിലൻ ഹമൂറിൻ്റെ കുട്ടികളും പിന്നെ ഈ ഏരിയ പോലത്തെ സാധനവും എടുത്ത് 35 ദിർഹംസിന് ക്ലീനായി ചെയ്യിപ്പിച്ച് പക്കയായിട്ട് നമ്മൾ പരിപാടി റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മളെന്നാന്ന് വെച്ചാൽ ബാർഗെയിൻ ചെയ്യാൻ അറിയില്ലാത്തവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ പിന്നെയും ചിലപ്പോൾ ഒരു 40-50 പറയും നമ്മുടെ തലയിലിട്ട് വെച്ച് തരും അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞ് ഒന്ന് അത്യാവശ്യം പേശാൻ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് മീൻ മേടിച്ചുകൊണ്ട് വരാം പിന്നെ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ലാഭമാണ് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് മേടിക്കുമ്പോൾ ഇത് ഇത്രച്ചുള്ളൊരു ഹമൂറും ഈ ഇപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈസിനും ഒക്കെ അത്യാവശ്യം ഒരു 35 ഒറ്റ മീന് 35 റേറ്റൊക്കെ വരും ഇപ്പോൾ 2 എടുക്കുമ്പോൾ ഒരു 60-69 ആ റേഞ്ചൊക്കെ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്
പിന്നെ അത് ഫ്രഷും അല്ല, ഇത് ഫ്രഷ് മീനാണ്. ഇവന്മാർ ക്ലീൻ ചെയ്ത് തന്നെയാണ് നമുക്ക് ലൈവായിട്ട് നമ്മുടെ കൊണ്ടുവന്ന് ഇട്ട് തരുകയും ചെയ്യും. ഇത് കണ്ടില്ലേ ഫ്രഷ് ഇവിടെ നിന്ന് പിടിക്കണത്. ഇതിപ്പോൾ ഈ അയിലൊക്കെ പിടിക്കുന്നത് ഈ ചൊട്ടിയിൽ നിന്ന് തന്നെയാണ് പിടിക്കുന്നത്. ഇതിപ്പോൾ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന സാധനമാണ്. എന്നാലും 2-3 ദിവസം പഴക്കമുള്ള 4-5 ദിവസവും 1 മാസം പഴക്കമുള്ള മീൻ മേടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇവർ മേടിക്കുന്നത് തന്നെ നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ ഇവർ നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് തരും, ഡ്രസ്സിങ്ങൊക്കെ പക്കയായിട്ട് ചെയ്ത് തരും. അപ്പോൾ ആ ചാർജും കൂടെ നമുക്ക് ലാഭമാണ് മൊത്തത്തിൽ. അപ്പോൾ പിന്നെയുള്ളത് നമ്മൾ നാക്കും കൊണ്ട് പറഞ്ഞു കേൾക്കാൻ പഠിക്കണം. അത്യാവശ്യം ബാർഗൈൻ ചെയ്ത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വില ഇത്തിരിയുടെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മീനും അത്തിരി ആത്മാർത്ഥത കൂടിയോണ്ട് അവൻ പയ്യെ നല്ല വൃത്തിമേനായിട്ടാണ് ക്ലീൻ ചെയ്ത് തന്നെ. അവൻ എന്തായാലും മേടിച്ച പൈസയുള്ള പണി അതിൽ കൂടുതലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിട്ടത്. അപ്പോൾ നേരെ പരിപാടികളിലായിട്ട് കിടക്കാം. അവന് ഒരു കുഴപ്പമില്ല, അവൻ പടപടാന്ന് പഠിച്ച് ക്ലീനാക്കി തന്നത്. അവിടെ ഫ്രഷ് പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സെറ്റാട്ടോ. തല എടി ഇത് എന്നെ മുതല് സാധനമാണെന്ന് പറയും. തല എടുത്ത് വെള്ളം കളയാം ബോധമില്ലാത്തോളെ. എത്ര കിലോ ആണോ സാധനം അറിയോ? 12-13 നല്ല വെയിറ്റ് ഇത് നീ ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ട് എന്തോരം വലുപ്പമാവുന്നു. ഇതിന് മാളില് നിങ്ങൾ വില അതതിൻ്റെ ഒപ്പം ഫ്രീ. മാളിൽ ഇതിന് എത്ര വില എന്നറിയോ? ഒരു അമൂറിന് 60-70 ദിർഹംസാണ്. ആ സാധനമാണ് 35 രൂപയ്ക്ക് 2 എണ്ണം. പിന്നെ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു സാധനം ലാഭം. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എത്ര രൂപയ്ക്ക് ഫുഡ് കഴിച്ചത്? ലാഭം, ഭയങ്കര ലാഭമാണ്. അതും ഫ്രഷ്. ഡോറി പോലത്തെ മറ്റേ കട്ടിങ് നമ്മൾ ചെയ്യുമല്ലേ? പീസ് ആക്കല്ലേ? പീസ് ആക്കോ? അല്ല അതിന്റെ സെൻട്രൽ ബോൺ നല്ല കട്ടിയായിരിക്കും. ठीक है भाई, थैंक यू. ओके, थैंक यू. गुड नाइट. പിടിച്ചോ അമ്മൂർ കുത്തി കെട്ടാതെ പിടിച്ചോ. ഞാൻ പിടിക്കില്ല. നീ പിടിക്കില്ല? കഴിക്കരുത് കേട്ടോ. അത് പണ്ട് അങ്ങനെ തന്നെ. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. പിന്നെ കാശിന്റെ കഴപ്പാ. ചോറിനോ? ആ ചോറിനോ. അതിനത് മാത്രമാണ് എന്റെ പൊന്നു. നമുക്ക് ചോറുണ്ടോ? അപ്പൊ ഗൈസ് ഹമൂറായിട്ട് നമ്മൾ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ഫ്രൈ അടിച്ചിട്ട് ബാക്കി പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഹമൂർ ഗ്രിൽ ചെയ്യലാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫിറോസിക്ക പറഞ്ഞാൽ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഹമൂർ ഗ്രില്ലല്ല ഫ്രൈ ചെയ്താണ്. അതിനുള്ള അത്രയും വലിയ സജ്ജീകരണങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നല്ല കറിവേപ്പിലയും കുരുമുളകും വെളുത്തുള്ളി പേസ്റ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് ഹമൂർ ഫ്രൈ അടിച്ചെടുക്കുകയാണ്. ഒരു തൊട്ടപ്പുറത്തെ ഒരു പാനിൽ നമ്മൾ ചെറുതായിട്ട് ചോറിട്ട് അരി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കഞ്ഞി വയ്ക്കുന്നത്. വളരെ നിസ്സാരമായ രീതികളിൽ ചിലവ് ചുരുക്കിയുള്ള രീതിയിൽ ഫുഡ് കഴിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം മാത്രം എനിക്കൊരു കൊതി മൂത്തപ്പോൾ ഞാൻ ഈ മീൻ മേടിക്കാൻ വേണ്ടി നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അല്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പുറത്ത് റെൻ്റൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.